ഇന്ന് നമുക്കൊരു മുളക് ബജിയുടെ റെസിപ്പി ആയാലോ. ഒന്ന് നോമ്പ് തുറക്കി മുളക് ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുളക് രണ്ടാക്കി കീറുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ മണികളില്ലേ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് അത് ഫുള്ള് ക്ലീൻ ആക്കി വെക്കുക കേട്ടോ. നമ്മളെ മുളക് ഫുള്ള് ക്ലീൻ ആക്കി വെക്കുക. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു എരിവൊക്കെ പോയി കിട്ടും. മുളകീത്ത എരിവൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ നമുക്ക് ഇനി ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ കടലമാവില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കായ്പ്പൊടി ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് ലൂസാവരുത്. നിങ്ങൾക്കറിയാമല്ലോ അതിങ്ങനെ മുങ്ങി വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി വരെ നമ്മൾ അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് പൊരിച്ചെടുക്കുക. അതിങ്ങനെ മുക്കിയിട്ട് ആ ബാറ്ററിലേക്ക് നമ്മുടെ മുളക് മുക്കി പൊരിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തുള്ളൂ. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ കുറച്ച് അധികം വെളിച്ചെണ്ണ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇങ്ങനെ കോട്ടഡായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെ കിട്ടും കേട്ടോ.